കുമാർ എക്സൈറ്റഡ് ആകാതെ. എങ്ങനെ എക്സൈറ്റഡ് ആവാതിരിക്കും? ലക്ഷക്കണക്കിന് രൂപയുടെ വെപ്പൺസും എക്സ്പ്ലോസീവ്സുമാണ് അയാൾ നശിപ്പിച്ചത്. പോരാത്തതിന് ഏത് അറുകൊലയ്ക്കും കൂടെ നിന്നിരുന്ന ദേവയനെയും രാധയെ കൊന്നതിന്റെ പ്രതികാരമാണ്. ഇങ്ങനെ പോയാൽ നാളെ അയാൾ ഇവിടെ വന്ന് എന്നെയും കൊന്ന് ഈ വീടിന് ദീപിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? തനിക്കിപ്പോ എന്താ വേണ്ടത്? നായരെ ഒതുക്കണം. അറിയാഞ്ഞിട്ടല്ല, ഓരോന്നിനും ഓരോ സമയവും കാലവും ഉണ്ട്. സമയവും കാലവും മുഹൂർത്തം നോക്കിയിരിക്കാൻ ഇനി ഞാനില്ല. യു ഡോണ്ട് നോ ദാറ്റ് നായർ ഈസ് എ ഡെവിൾ. ആയിക്കോട്ടെ, പക്ഷെ അയാളല്ല നമ്മുടെ ലക്ഷ്യം. സാറ്റിലിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളാണ്. ഈ ആഴ്ചയിൽ ഏത് ദിവസം വേണമെങ്കിലും ഷിഫ്റ്റിംഗ് നടക്കാം. So what? We have already planned our operation. നമ്മുടെ ഈ ഓപ്പറേഷന് സാറ്റലൈറ്റ് ട്രെയിൻ ഈസ് കോപ്പറേറ്റീവ് എന്ന് വല്ല ഉറപ്പുണ്ടോ? അങ്ങനെ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഉറപ്പാണ്. പക്ഷെ എനിക്ക് ഉറപ്പില്ല. ഒരു പെട്ടി ഡ്രഗ്സ് പാർട്ടിക്ക് എത്തിക്കാൻ ഭയപ്പെട്ടവർ ഇങ്ങനെ ഒരു ഓപ്പറേഷന്, അതും ഇത്രയും ഡേഞ്ചറസ് ആയ ഒരു ഓപ്പറേഷൻ കൂട്ടുവെക്കുമോ? ഇല്ല. പിന്നെ കുറച്ചു ദിവസത്തേക്ക് അവരെ ഇവിടുന്ന് അകറ്റി നിർത്തണം, ഓപ്പറേഷൻ കഴിയുന്നവരെ. അതെങ്ങനെ? ഒരു വഴിയുണ്ട്. ആദ്യം ഞാൻ ബ്രിഗേഡിൽ ഒന്ന് കാണട്ടെ. നമ്പ്യാർ എന്താണ് പറയുന്നത്? ഈ മരണങ്ങൾ തമ്മിൽ എന്ത് ബന്ധം? അതോ ഈ മരണങ്ങൾക്കെല്ലാം പുറകിൽ നായരാണെന്നാണോ പറഞ്ഞു വരുന്നത്? എന്ന് ഞാൻ പറയില്ല. പക്ഷേ മരണമടഞ്ഞവർ ഓരോരുത്തരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നായരുമായി ബന്ധമുള്ളവരായിരുന്നു. ഇതെന്റെ നിഗമനമല്ല, പോലീസിന്റെ റിപ്പോർട്ടാണ്. ബട്ട് നായരെ പിടിക്കുന്ന കാര്യത്തിൽ ദേ ആർ നോട്ട് അറ്റ് ഓൾ സിൻസിയർ. എന്തും ചെയ്യാൻ മടിക്കാത്ത മഹാവീരചക്രം വരെ കിട്ടിയിട്ടുള്ള നായരെ പിടിക്കാൻ ഓഫ് കോഴ്സ് അവർക്ക് ഭയമുണ്ടാവും. ഞാൻ അറിഞ്ഞിടത്തോളം ബേസിക്കലി നായർ വളരെ വയലന്റ് ആണ്. സാധാരണ ഒരു രീതിയിലും അയാളെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലീസിനെ സഹായിക്കേണ്ട നമ്മുടെ കടമയല്ലേ സാർ? എങ്ങനെ? ഏത് പ്രതികൂല സാഹചര്യത്തിലും അടിപതറാതെ മുന്നേറാൻ കഴിവും പരിശീലനം നേടിയ ട്രെയിനീസ് ഇല്ലേ, അവർക്കൊരു ട്രെയിനിങ് ആവട്ടെ, രാജ്യത്തിന് ഒരു സേവനവും. ഹലോ, ആര്? കുമാർജിയോ? ആവോ ആവോ, ബൈഠിയേ. ഹലോ അങ്കിൾ. ഹലോ. ഞാൻ ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. അപ്പൊ സെന്റർ പറഞ്ഞു വർമാജി ഇവിടെ ഉണ്ടെന്ന്. കണ്ടുകളാമെന്ന് കരുതി. ഹായ് പാർവതി. മീറ്റ് മിസ്റ്റർ നമ്പ്യാർ, ഞങ്ങളുടെ പുതിയ ഇൻസ്ട്രക്ടർ. ഗ്ലാഡ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റിംഗ് യു. ഐ ആം കുമാർ, ചെറിയൊരു കച്ചവടക്കാരനാ. ഓ, നിങ്ങൾ മലയാളിയാണല്ലേ? യു ലുക്സ് ലൈക്ക് നോർത്ത് ഇന്ത്യൻ. ഉത്തരേന്ത്യക്കാരനാണെന്നേ തോന്നുന്നു. ആ നമ്പ്യാരുടെ ഒരു നോട്ടവും ആ ഭാവവും കണ്ടാ മതി. ചേട്ടനെ പരിചയപ്പെട്ടല്ലേ? നാളെ തുടങ്ങി നിന്റെ വീട്ടിലും വരും. ഇല്ല പ്രഭേ, അയാൾ എല്ലാ ദിവസവും വീട്ടിൽ വരാറുണ്ട്. നേരാണോ? അതെ, സാറ്റിൽ അയാൾ വന്ന അന്ന് മുതൽ വീട്ടിലും വരുന്നുണ്ട്. ഒരുപാട് രാത്രിയാവുന്നവരെ ചേട്ടനുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. അപ്പോ ഇന്ന് പരിചയപ്പെട്ടതും ഷേക്ക് ഹാൻഡ് ചെയ്തതും ഒക്കെ കളവാ പ്രഭേ. നമ്മളറിയാതെ നമ്മുടെ ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നായർ സാബിനെ കൂടെ കണ്ടോടെ മനസ്സാകെ കുഴഞ്ഞു മറിഞ്ഞു. ഇനി അയാള് പറയുന്നതാണോ സത്യം? നീ ഇങ്ങനെ പേടിക്കാതെ, എന്തുണ്ടായാലും ഞങ്ങളൊക്കെ ഇല്ലേ? ഇല്ല പ്രഭേ, അതല്ല. അയാൾ ഇവിടെ വരുന്നതിന് മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഒന്ന് വീട്ടിൽ വരാമോ? വരാം. പാർവതി, നിനക്ക് ഇയാളെ അറിയാമോ? അറിയാം. അയാൾ ഇൻസ്ട്രക്ടർ അല്ല, ഒരു പട്ടാളക്കാരൻ പോലും അല്ല. ഹിസ് എ ക്രിമിനൽ. നീ പറഞ്ഞ സത്യമാണോ? അതെ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഗോപനെ അറിയിച്ചാലോ? ഇന്ത്യയുടെ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരാളുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ മുന്നിൽ രാജ്യത്തിന്റെ സുരക്ഷിതത്തിനും സമാധാനത്തിനും ഭീഷണിയായ ഒരാളുണ്ട്. നിങ്ങളുടെ പഴയ നായർ സാബ്. ഇത് നിങ്ങൾ രാജ്യത്തോട് ചെയ്യുന്ന സേവനമാണ്. അല്ല, രാജ്യം നിങ്ങളോട് ആവശ്യപ്പെടുന്ന സേവനമാണ്. ജീവനോടെയോ അല്ലാതെയോ നായരെ പിടിക്കുക. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ദിസ് ഈസ് നോട്ട് ആൻ ഈസി ജോബ്. സാധാ പട്ടാളക്കാർക്കോ പോലീസിനോ സാധിക്കാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഏകദേശം ഒരു ധാരണയല്ലാതെ ഇന്ന് നായർ എവിടെയുണ്ടെന്ന് പോലും നമുക്കറിയില്ല. സോ കം ഓൺ ബോയ്സ്, അബൌട്ട് ടേൺ. ദിസ് ഈസ് എ ചാലഞ്ച്. നിങ്ങളുടെ പരിശീലനത്തിനും പ്രാക്ടീസിനും കിട്ടുന്ന ആദ്യത്തെ അംഗീകാരം. ഇത് നിങ്ങളുടെ അരങ്ങേറ്റമാണ്. വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ.
Come on, get in. Come on. Your arms, ammunition, food, everything inside the craft, okay? ഹലോ പ്രഭ. എന്താ പതിവില്ലാതെ സാറ്റിലേക്ക്? ഗോപനെ അല്ല, അച്ഛനെ ഒന്ന് കാണണം. രണ്ടുപേരുമില്ല. ഒരാളുടെ പ്രാക്ടീസിന് പോയി. അച്ഛൻ ഒരു സീക്രട്ട് കോൺഫറൻസിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയിരിക്കുക. പെട്ടെന്ന് പോകേണ്ടി വന്നു. ഏതായാലും ഇന്നിനി പ്രതീക്ഷിക്കണ്ട. എന്താ കാര്യം? ഒന്നുമില്ല. Attention please. Your pilot speaking. Attention please. Whenever you need, just use your wireless. We'll be on the other side of the mountain. Whenever you need, just use your wireless. I'll send Major Surjit Singh from Delhi. He'll be in charge of shifting. Brigadier Verma, how much minimum time you will require? For packing and all, give me a day. Okay, you may proceed further. Thank you, sir. ഒരു കണക്കിന് ട്രെയിനേഴ്സ് ഇവിടെ ഇല്ലാത്ത നന്നായി. ഷിഫ്റ്റിംഗിന്റെ കാര്യം വളരെ രഹസ്യമായിരിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലും അറിയിക്കായിരുന്നത്. വി ആർ ഓൾ മിലിറ്ററി പീപ്പിൾ. യു കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഡെഫിനറ്റ്ലി സർ. നാളെ രാവിലെ ആയുധങ്ങളും നാളെ കഴിഞ്ഞ് ട്രെയിനേഴ്സിന് അയക്കാനാണ് തീരുമാനം. നാളെ തന്നെയോ? ഈസ് ഇറ്റ് പോസിബിൾ? നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതല്ല സാർ, ഈ ആയുധങ്ങളെല്ലാം അയക്കുമ്പോൾ എന്തെങ്കിലും സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ചെയ്യണ്ടേ? നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മുടെ ആയുധങ്ങൾ അയക്കാനും നമ്മൾ ഭയപ്പെടണോ? നമ്മുടെ ജോലി എന്താന്ന് വെച്ചാൽ ആംസ് ആൻഡ് ആമിനേഷൻസ് എല്ലാം ലോഡ് ചെയ്ത് റെഡിയാക്കി നിർത്തുക. നാളെ മേജർ സിംഗ് എത്തുമ്പോൾ ഒരു ഓതറൈസേഷൻ ലെറ്റർ, ഒരു സൈൻ, പിന്നെ എല്ലാവരുടെ ജോലിയാ. ക്യാൻ യു ഫോളോ മീ? യെസ് സാർ. ആ ഓതറൈസേഷൻ ലെറ്റർ നമുക്ക് വേണം. അയാളുടെ ഒരു ഒപ്പിന് വെറും ഒരു സിഗ്നേച്ചറിന് കോടികളാണ് വില. നാളെ മേജർ സിംഗ് സാറ്റിലെത്തുമ്പോൾ നമ്മൾ ആയുധങ്ങളുമായി ഇന്ത്യൻ അതിർത്തി കടന്നിട്ടുണ്ടാവണം. വാട്ട് ഈസ് യുവർ പ്രോഗ്രാം? ബോർഡർ വരെ ഐ വിൽ അക്കമ്പനി യു. പിന്നെ നമ്മൾ കാണുന്നത് എല്ലാ ട്രാൻസാക്ഷനും ശേഷം ഡൽഹിയിലായിരിക്കും. ഓക്കെ, ഇറ്റ്സ് ഇനഫ്. അതിർത്തി കടത്തി കൊടുക്കേണ്ട ചുമതല മാത്രമേ നമുക്കുള്ളൂ. താങ്ക് ഗോഡ്, ഈ സമയത്ത് ആ പിള്ളേർ ഇവിടെ ഇല്ലാത്തത് നന്നായി. അതിന് താങ്ക്സ് പറയേണ്ടതേ ദൈവത്തോടല്ല, എന്നോടാ. അവന്മാരിപ്പോ മഞ്ഞുമലയക്കടെ നായർ സാബിനെയും തപ്പി അടക്കുന്നുണ്ടാവും.
Come on. Hurry up. Hands up! Hands up! Hands up, I say! Put your guns down. No! Hands up! Put your guns down! എന്നെയാണോ നിങ്ങൾക്ക് വേണ്ടത്? അതിനാണോ ഈ അധ്വാനമൊക്കെ? എന്നിട്ടിപ്പോ ഞാൻ പഠിപ്പിച്ച എന്റെ കമാൻഡോസ് എന്റെ മുന്നിൽ മുഖം താഴ്ത്തി നിൽക്കുന്നു. ഐ എം റിയലി അഷേംഡ് ഓഫ് യു. നിങ്ങൾക്ക് എന്തിനാണ് എന്നെ? പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന 10,000 രൂപയ്ക്കാണോ? അല്ല, ആന്റണിയോടുള്ള സ്നേഹം, അവനെ കൊന്നതിന്റെ പ്രതികാരം. പക്ഷേ അതിന് എന്നെ തേടിയല്ല നിങ്ങൾ വരേണ്ടിയിരുന്നു. പോകേണ്ട സ്ഥലം ഇവൻ പറഞ്ഞു തരും. ആരാണ് ആന്റണിയെ കൊന്നത്? പറയടാ, പറയാൻ പറയാൻ. Tell me, ആരാണ് ആന്റണി കൊന്നത്? I'll kill you. ഞാൻ പറയാം. കുമാറാണ് ആന്റണിയെ കൊന്നത്. ഇനി നിങ്ങൾക്കെന്നെ കൊല്ലണോ? കൊന്നോളൂ. നായർ സാബ്, കൊല്ലാനല്ലാതെ പിടിച്ചുകൊണ്ടുവരാൻ ആരും പറഞ്ഞു കാണില്ല. ജീവനുള്ള നായരെ നിന്റെയൊക്കെ പല അവന്മാർക്കും പേടിയാണല്ലോ. ആ പേടി കൊണ്ടാണല്ലോ നിന്നെയൊക്കെ കെട്ടി ഇങ്ങോട്ട് അയച്ചത്. അവൻ തന്നെയല്ലേ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? അല്ല, പിന്നെ നമ്പ്യാർ സാബാണ് യുവർ ഇൻസ്ട്രക്ടർ. അയാൾ നമ്പ്യാരല്ല, ഹീസ് ജെയിംസ്. ജെയിംസ്? അയാൾ ഇൻസ്ട്രക്ടർ അല്ല, ഹീസ് എ സ്പൈ. ചാരനാണ്. ഋഷി ഒരിക്കലൊരു തെറ്റ് ചെയ്തു, പിന്നീട് എല്ലാവരും ചെയ്യിച്ചതാണ്. ഭീഷണിപ്പെടുത്തിയും കൊന്നുകളയുമെന്നും പറഞ്ഞു. സാർ ക്ഷമിക്കണം, ഞങ്ങളെ രക്ഷിക്കണം. ദേ ആർ പ്ലാനിങ് സംതിങ്. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. Fall in my boys! Yes, Yes, sir! Take up your arms! Come on. Forth! എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ പറയുന്നത് സത്യമാണോ? അതെ അച്ഛാ, ഇയാൾ പട്ടാളക്കാരനല്ല, ഹീസ് എ ക്രിമിനൽ.
ഇൻസ്ട്രക്ടർ നമ്പ്യാർ വേറെ ആരുമാണ്. ഇയാളുടെ പേര് ജെയിംസ് എന്നാ. അപ്പോ ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സ് വന്ന് നമ്പ്യാരോ? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒന്ന് ഡൽഹിക്ക് വിളിക്കട്ടെ. നാളെ ഷിഫ്റ്റിന് മുമ്പ് സത്യം എന്താണെന്നറിയണം. അതിന്റെ ആവശ്യമില്ല. ജെയിംസ്. Yes, that's my real name. You. Please sign it. What for? For shifting arms and ammunition. സാറ്റിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുപോകാനുള്ള അധികാരപത്രം. ഓതറൈസേഷൻ ലെറ്റർ. Come on, sign it. No, സാധ്യമല്ല. മിസ്റ്റർ വർമ്മ, വെറുതെ ഉടക്കണ്ട. അതും ആയുധം കയ്യിലിരിക്കുന്നതിന്റെ അടുത്ത്. 18ാമത്തെ വയസ്സിൽ ആർമി ചേർന്നതാണ് ഞാൻ. പല യുദ്ധങ്ങൾ കണ്ടുണ്ട്, 10,000 കൊന്നിട്ടുണ്ട്. എന്നോട് ഒരു ഞാഞ്ഞൂട് എന്ന് പറയുന്നു എന്നെ കൊല്ലുമെന്ന്. കൊല്ലടാ. കൊല്ലും. തന്നെയല്ല ഇവളെ. എന്റെ മോളും ചെയ്യരുത്. പ്ലീസ് എന്റെ മോളെ വിടാൻ പറയൂ. പ്ലീസ് എന്റെ മോളും ചെയ്യരുത്. മോളെ വിടാൻ പറയൂ. മോളെ ചെയ്യല്ലേ. പ്ലീസ് ഞാൻ സൈൻ ചെയ്യാം. Come on, jump! Jump! Come on, jump back! Jump down! Jump! Jump! Come on! सब कुछ तैयार है? जी साहब. मेजर सिंह को क्या हुआ साहब? मुझे नहीं मालूम. ये वर्मा साहब का चिट्ठी है. ठीक है. ये पूरा आर्म्स एंड एम्युनिशंस का लिस्ट है. साइन कीजिए. പ്രഭേ, ആരായി ചെയ്തു? കുമാർ, ജെയിംസ്, സാറ്റിലെ ആയുധങ്ങൾക്ക് വേണ്ടിയാ. ആയുധങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ അവരെ അനുവദിക്കരുത്. നിങ്ങൾ ഉടനെ പോണം. Captain, can you see the tracks? Yeah. Then proceed towards the tracks. Yes.
ഗണേഷ് ഡോണ്ട് ഷൂട്ട്. ആ ട്രക്കിനകത്ത് മുഴുവൻ എക്സ്പ്ലോസീവ്സ് ആണ്. ഒറ്റ ബുള്ളറ്റ് മതി എല്ലാം പൊട്ടിത്തെറിക്കാൻ. ബി കെയർഫുൾ. We are going to take another direction, Captain. Maintain the low flight, Captain. Low flight level, Captain. Come, go. Come on, boys, jump! 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 ബ്ലഡി ഷിറ്റ്. റോഡ് ബ്ലോക്ക് ആണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മുടെ ആൾക്കാരെല്ലാം വിളിച്ച് വേഗം സ്നോ മാറ്റിക്ക്. കമോൺ ഫാസ്റ്റ്. अगर तुम में हिम्मत है तो चलाओ गोली. एवरीथिंग इज एक्सप्लोसिव. अब भी हमारी बात नहीं मानी तो समझ लो हम सब कुछ बर्बाद कर देंगे. हमारी जान भी चली जाए तो भी परवाह नहीं. हम सब कुछ बर्बाद कर देंगे. पुट योर गन डाउन. जल्दी. Hands up! Come on, take the gun.